നമ്മുടെ കിച്ചൺ മാജിക്കിന്റെ അടുക്കളയിലേക്ക് അയൽ താരങ്ങൾ അതായത് അയൽപക്കത്തുള്ളവർ വരാറുണ്ട്, അടുക്കള കാണാൻ വരും. ഇന്ന് അടുക്കള കാണാൻ ആരെന്നറിയാമോ? പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. കൈരളിയിലെ ഒരുപാട് പ്രോഗ്രാമിലൂടെ വന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കെ മോഹനകൃഷ്ണന്റെ കാര്യം പറഞ്ഞിരുന്നു. കെ മോഹനകൃഷ്ണന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു ഉത്തമനുണ്ട്. അല്ല, എനിക്കും പറയാനുണ്ട്. നമ്മളെ കൈരളിയിൽ തന്നെ ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ കിച്ചൺ മാജിക്കിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സീസൺ 1 എന്റെ പേരായിരുന്നു. അതുപോലെ അതിനു മുമ്പ് ഈ കാര്യം നിസ്സാരം പോലെ തന്നെ ഉള്ളത് പറഞ്ഞാലെന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരേ വർഷം അപ്പം ആളെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നേ. വിളിക്കാം, കിഷോറേട്ടൻ. അപ്പോ കിച്ചൺ മാജിക്കിന്റെ അടുക്കള കാണാൻ വന്നതിൽ വളരെ സന്തോഷം. പിന്നെ നമ്മളെ കാണാത്ത അടുക്കള തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചില പരിപാടികളുണ്ടെന്ന് അറിയാം. അതെ, പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ എന്തായാലും വേണം. ആകെ ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം. വർക്കില്ലെങ്കിൽ നേരെ ഒരൊറ്റ വിടലാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാറുണ്ട് മീന ചേച്ചി വർക്ക് വരല്ലേ. ഞാനും മനുവും കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ, ഒറ്റയ്ക്ക് ഞാൻ പോവാറില്ല. ഞാനും മനുവും കൂടെ ഉണ്ട്. ഇവിടെ രണ്ടുപേർക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടുപേർക്ക് ഷൂട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ വിളിക്കും. ചിലപ്പോൾ വിളിക്കുമ്പോൾ ആളിവിടെ ഉണ്ടാവില്ല, എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ ദുബായിലായിരിക്കും. അങ്ങനെ ആയിരിക്കും. എവിടെ ചേച്ചി ഞാൻ ദുബായിലാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു കളയും. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകും. ഇടയ്ക്ക് അമ്മ വീട്ടിലെ സ്ഥിരം ഞങ്ങൾ സത്യം അവിടെ കാത്ത് നിന്ന് ക്യൂ നിന്ന് ഞങ്ങൾ വിഷമിക്കും. എന്നാലും അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മൾ ആർട്ടിസ്റ്റുകൾ ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ആ സ്നേഹത്തോടെ എല്ലാ സാധനങ്ങളും ഫുൾ കുറെയൊക്കെ സൗജന്യമായിട്ടും തരും. കുറെ അതല്ല കിഷു പറഞ്ഞേൽപ്പിക്കും. ആ പ്രത്യേക സാധനങ്ങളൊക്കെ പിന്നെ അറിയാലോ. അല്ല പറയും ഞാൻ വിളിച്ചിട്ട് വരണം. പിന്നെ എല്ലാ പരിചയക്കാരാണ്. ഇനി പ്രത്യേകിച്ച് നേരിട്ട് പരിചയം ഇല്ലാത്ത രണ്ടുപേരേ ഉള്ളൂ. അതെ അതെ. വർക്ക് ചെയ്തിട്ടില്ല. വിഷ്ണുനാഥർ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? മറ്റേ കള്ള് ഷാപ്പ്. ഷാപ്പിലെ കറി കള്ള് ഷാപ്പ് എന്ന കാര്യം എന്താ? അങ്ങനെയല്ല കിഷോറ, നമ്മള് കണ്ടിട്ടുണ്ട് എവിടെ എന്തോ തെറ്റ് ചെയ്തോ, പാതകം ചെയ്ത പോലെ പ്രോഗ്രാം ചെയ്തതാ. കള്ള ഷാപ്പിലെ നാവിലെ രുചി. മര്യാദക്ക് ഇതേ വോളിയത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ ഇത് കേൾക്കാം. ചിലപ്പോ ഇനിയിപ്പോ കന്നാസൊക്കെ എടുത്തിട്ട് യമുന ചേച്ചി വീട്ടിൽ ആ യമുന അവിടെ കള്ളു കൊടുക്കണം. ദീപ പെട്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അടുത്തത് പറഞ്ഞു. ഞാൻ കിഷോറായിട്ടും ഒരു എക്സ്പീരിയൻസ് അമ്മ വീട്ടിൽ പോയി കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ചാനൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കിഷോറായിട്ട് ഫുഡ് അമ്മ വീട്ടിൽ നിന്ന് വരുത്തി. സോസിക്കും ഞാനും ചേട്ടനും കൂടെ ഒരു ഇലയിൽ നിന്ന് മീൻ പൊള്ളിച്ചത് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അതെ അതെ, ആ ഷൂട്ടിന്. കിഷോറിന്റെ ഹോട്ടലിന്റെ പേരാണ് അമ്മ വീട്ടിൽ. ഞാൻ കുറെ നേരം ഇവരൊക്കെ വന്നിട്ട് കിഷോറിന്റെ അമ്മ വീട്ടിൽ പോയി ഭക്ഷണം നമുക്ക് തൈക്കാട് നമ്മുടെ ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. കിഷോറിന്റെ നല്ലൊരു പാട്ട്. അതിന് വലിയത് കുറവുണ്ട്. വേഗട്ടെ. ഒന്നാമത്തെ കാര്യം, ഈ എല്ലാ പാട്ടുകളും മുഴുവനും കേൾക്കാനുള്ള ക്ഷമ ഇപ്പൊ നമുക്കില്ല. അതുകൊണ്ട് ഈ കവർ സോങ് പോലെ എല്ലാത്തിന്റെയും അപ്പൊ അങ്ങനെ പുതിയ തലമുറക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മളെ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാടാം. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലേ. തളിർവാള തിരി പൊട്ടി കുളിർ കൈയിൽ ചന്ദനവും പരിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്കു പൊട്ടിപ്പാട് പങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി. നിന്റെ കണ്ണിലെന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ പുത്തു നിന്നടി.
കണ്ണുനീർ തുടച്ചൊരാളിതാ കരം പിടിച്ചു നമ്മളെ നയിക്കുമിന്നടി. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ.